പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? കാലി കൊള്ളും. അങ്ങനെ മലയാളത്തിൽ ചോദിക്കും. അത് കറക്റ്റ്. മലയാളം എന്നെ ശരിക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഒരക്ഷരം മാറിയാൽ കുഴപ്പമാകുന്ന വാക്ക്. അത് ഒരുപാടുണ്ട്. ഒരക്ഷരം മാറിയാൽ ഒന്നൊന്നല്ല, ഒത്തിരി ഉണ്ടാവും പറയാൻ പറ്റില്ല. ഒരക്ഷരം. ടിക് ടിക് വൺ. വേണ്ട, എനിക്ക് ഇത്രയും ചീപ്പ് ചോദ്യങ്ങൾക്ക് കുഴപ്പമായല്ലോ. നമുക്ക് സ്വന്തമാണിത്, പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ളവരാണ്. ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. നമുക്ക് സ്വന്തമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ടുള്ളത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന ഇപ്പൊ എന്താ ഉള്ളത്? അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അയ്യോ, എന്റെ സ്വന്തമാണ്. എന്റെ സ്വന്തം യൂസ് ചെയ്യുന്ന മറ്റുള്ളവരാണ് ഏറ്റവും കൂടുതൽ. അതെന്താ ഇപ്പോ? ധൈര്യം ഉണ്ട്, ഒരു ക്ലൂതാ. ക്ലൂ ഞാനിത് നേരത്തെ ചോദിച്ചായിരുന്നു. ചേച്ചി ഇത് മാറ്റാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അപ്പം വളരെ ശക്തമായി പറഞ്ഞു ഇല്ല. അവിടുന്ന് പറഞ്ഞു. ഒരു ചായക്കടക്കാരൻ ഒരു ദിവസം 210 ചായ ഉണ്ടാക്കി. അതിൽ ഒരു ചായ പല്ലി വീണു. ബാക്കി എത്ര ചായ മൊത്തം പോവും? ചായക്കകത്ത് ഒരു ചായയിലല്ലേ വന്നിട്ടുള്ളൂ. അത് ഒരുമിച്ചായിരിക്കും ഉണ്ടാക്കിയത്. ഗ്ലാസ് ഒഴിച്ചു വെച്ചിരിക്കാന്ന് എന്താ ഉറപ്പ്? ഗ്ലാസ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. 210 ഗ്ലാസ്സിലായിട്ട് ചായ ഒഴിച്ചു വെച്ചിരിക്കുന്നു. അതിൽ ഒരു ഗ്ലാസ്സിൽ മാത്രം പല്ലി വീണു. 210 ചായ തന്നെ. ഒരു ചായ പല്ലി വീണല്ലോ. പല്ലി വീണ ചായ ആരെയും കുടിക്കും? ഒരു ചായയിലല്ലേ പല്ലി വീണുള്ളൂ. അപ്പൊ 250 ചായ. ഞാൻ പറയട്ടെ, 210 ഒരു ചായല ഒന്നാലാണോ? ഇപ്പൊ 200? പിന്നെ 9 ഇരുന്ന് ഊറ്റി 10 ചായ ഉണ്ടാക്കി. ഇതിലും നല്ല 250 ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആർക്കും കേൾക്കാൻ പറ്റാത്ത ശബ്ദം. കേൾക്കാൻ പറ്റാത്ത ശബ്ദം. ആർക്കും കേൾക്കാൻ പറ്റാത്ത ശബ്ദം. നിശബ്ദം. കലക്കി. സത്യമാണോ? സത്യമാണ്. അടിച്ചു. നെക്സ്റ്റ്. ആ റൗണ്ട് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് ചേച്ചി, ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? ലൈക്ക് ഓർ ഡിസ്ലൈക്ക്? ഓക്കെ. ഞാൻ ചില സമയങ്ങളിൽ ജാട കാണിക്കാറുണ്ട്. നോ, ജാടയില്ലാത്തൊരു മനുഷ്യനാണ്. എൻ്റെ കണ്ണാണ് എൻ്റെ സൗന്ദര്യം. അറിയില്ല. എൻ്റെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ കണ്ണിന് മാത്രം സൗന്ദര്യം ഇല്ല. ഡിസ്ലൈക്ക്. ഓക്കെ. ബിഗ് ബോസിലൂടെ എൻ്റെ യഥാർത്ഥ സ്വഭാവം ജനങ്ങൾ മനസ്സിലാക്കി. നോ. എൻ്റെ ശബ്ദം എനിക്കൊരു പോരായ്മയായി തോന്നിയിട്ടുണ്ട്. ഒരിക്കലുമില്ല. മറ്റുള്ളവരോട് പ്രണയിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലുമില്ല. പ്രണയിക്കണം. എല്ലാവരും പ്രണയിക്കണം. ഓക്കെ.